തൊപ്പി പണ്ടത്തെ ലൈഫിൽ ഇപ്പം പണ്ട് തൊപ്പിയായിരുന്നു, ഇപ്പം നിഹാദാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ തൊപ്പിയുടെ ആ ലൈഫിൽ തൊപ്പി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യം എന്താണ്? മിസ് ചെയ്യുന്ന കാര്യമോ? ഞാൻ ഒരിക്കലും ഒന്നും മിസ് ചെയ്യുന്നില്ല. ഒന്നും ഞാൻ മിസ് ആ ചെയ്യുന്നില്ല. സമയത്ത് ചെയ്തത് എല്ലാം എല്ലാം മോശമായിരുന്നു. എല്ലാം മോശമായിരുന്നു. നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല. നല്ല കാര്യങ്ങൾ എനിക്ക് ഒരെണ്ണം പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എല്ലാം വൃത്തികെട്ട പരിപാടി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ 100% അത് ഞാൻ അഡ്മിറ്റ് ചെയ്യും. കാരണം ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടമാണ് അത്. കാരണം എന്താ പറയുക, ഞാൻ കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. ഞാൻ കാരണം എന്നെപ്പോലെ ആവാൻ നോക്കി നശിച്ചുപോയ പിള്ളേർ വരെ ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഞാൻ അങ്ങനത്തെ ക്രേസി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്. അപ്പം അത് കണ്ട് ഇൻസ്പയറായി നശിച്ചുപോയ ആൾക്കാരുണ്ടാവും. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെല്ലാം ആയതിനും കുറേ കാരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. പക്ഷേ ഭാവിയിൽ ഞാൻ ടോട്ടലി എന്തെങ്കിലും ആയിപ്പോ എനിക്കറിയില്ല. ലൈഫല്ലേ, എന്ത് സംഭവിക്കും എന്താണെന്നൊന്നും പറയാൻ ഇനി പറ്റില്ല. എപ്പോഴെങ്കിലും പഴയ തൊപ്പിയിലേക്ക് തിരിച്ചു പോവോ? അത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല. ലൈഫല്ലേ, എന്ത് എപ്പം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ലൈഫിൽ എന്തെങ്കിലും അടുത്തൊരു ട്രോമയോ അങ്ങനെ എന്തെങ്കിലും വന്ന് ഞാൻ ലൈഫ് മൊത്തം ഫക്ഡപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ സ്റ്റേജിലേക്ക് പോകുമായിരിക്കും. എനിക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കണ്ണട മാറ്റുമോ? കണ്ണ് കാണാൻ പറ്റണില്ല. സോറി. ഓക്കെ, അപ്പം പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന തൊപ്പിയുടെ ആ ഒരു കണ്ണട വെച്ചോട്ടെ. എക്സ്പോഷർ ആകുമ്പോൾ ആ ഒരു സംസാരിക്കാനുള്ള ഇത് കിട്ടുന്നില്ല. ഇതല്ല നല്ലത്. എക്സ്പ്രഷൻ ഒന്നും അറിയാൻ പറ്റണില്ല ഫേസിൽ. തീരെ കുഴപ്പമില്ല. ആണോ? ഓക്കെ. കണ്ണിൽ നിന്ന് നമുക്ക് സത്യം പുറത്തു വരാണ്ടിരിക്കാനാണ് കണ്ണട വെക്കുന്നത്. ഓക്കെ, അപ്പോൾ പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ആ ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈലാണ്. അത് തൊപ്പിക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം അതൊരു വെയിറ്റ് പോലെ തലയിൽ. അതായത് അത് വളർന്ന് ഭയങ്കര വലുതായി. ആദ്യമെല്ലാം ഓക്കെ ആയിരുന്നു, പിന്നെ വളർന്ന് വലുതായി വലിയ ഒരു ബാണ്ടക്കെട്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അത് മുറിച്ചതിന് ശേഷമാണ് ഇത് മുറിച്ചതിന് ഇത്രയും വലിയ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ച ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞത് മുറിച്ചതിന് ശേഷം. മുറിക്കുന്നവരെ എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ ഇത്രയും വലിയൊരു ഭാരം തലയിൽ കൊണ്ട് നടക്കുന്നത്. മുടീൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തം ഞാൻ ആ സമയത്ത് ഉണ്ടായ ക്യാരക്ടർ അടക്കം അത് മാറ്റി വെച്ചപ്പോൾ മൈൻഡിനും ഒരു ഭാരം ഇറക്കി വെച്ച പോലത്തെ ഒരു ഫീലാണ്. ഭയങ്കര എന്താ പറയുക, റിലാക്സ്ഡ് ആയി അതിന് ശേഷം. തൊപ്പിന്ന് നിഹാദിൽക്ക് മാറണം എന്ന് തോന്നാൻ കാരണം എന്താ? അതിനൊരു ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ ഒരു പോയിന്റ് വരാനായിട്ട്. അതിനെന്താണ് കാരണം? സത്യം പറഞ്ഞാൽ ആ സമയത്ത് തൊപ്പിയിൽ നിന്ന് നിഹാദിലേക്ക് മാറാൻ അല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ ആ സമയത്ത് ബ്രേക്ക് എടുത്തൊരു 5-6 മാസം കഴിഞ്ഞ് തിരിച്ച് നിഹാദിലേക്ക് വരുന്നത് ഞാൻ പ്ലാൻ ചെയ്ത് വരുന്നതല്ല. അതായത് ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിച്ച് ഈ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്. അപ്പോഴൊന്നും ഈ നിഹാദ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തിരിച്ചു വരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്തൊന്നും ആ ബ്രേക്കിലുള്ള 1 മാസം 2 മാസം 3 മാസം 4 മാസം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഒന്നും എൻ്റെ മൈൻഡിൽ ഈ നിഹാദ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് പുറത്ത് വരണമെന്നൊന്നുമില്ല. ഞാൻ മൊത്തമായിട്ട് നിർത്തി എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ പോയതാണ്. പിന്നെയാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആൾക്കാർ തൊപ്പിയല്ല ഇത് നിഹാദ് എന്നുള്ള പുതിയൊരു സാധനം ആൾക്കാർ പറയാൻ തുടങ്ങിയത്. പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തൊപ്പിയിൽ നിന്ന് നിഹാദിലേക്ക് മാറാമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല. സത്യം പറഞ്ഞാൽ ഈ ക്യാരക്ടറായി മൊത്തത്തിൽ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിൽ ഞാൻ നിർത്തിയിട്ട് പോയതാണ്. പിന്നെ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം തൊപ്പിനെ പറ്റി പറയുമ്പോൾ തന്നെ തൊപ്പിക്ക് വണ്ടീനോടുള്ള ക്രേസ് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം. അപ്പം വണ്ടീനോട് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ക്രേസ് ഇവിടെ ഉള്ള ഇപ്പൊ കേരളത്തിലുള്ള വണ്ടി പ്രാന്തന്മാരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഒന്നുമല്ല. ഞാനൊന്നും എവിടെയും എത്തിയിട്ടാണ്. എത്ര വണ്ടിയുണ്ട്? ഒരു 4-5 വണ്ടിയുണ്ട്. 6 വണ്ടിയില്ലേ? 6 അല്ല, ബൈക്കെല്ലാം കൂട്ടുവാണെങ്കിൽ 6-7-8 ആയി. ഓക്കെ, ലൈക്ക് വണ്ടി ഇത്ര വണ്ടി വാങ്ങണം എന്നൊക്കെ തോന്നാൻ കാരണം എന്താ? അത് എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടിനെ കുറിച്ച് സീറോ നോളേജ് ആയിരുന്നു. അതായത് ആദ്യം പണ്ട് ഞാൻ ഇങ്ങനെ വണ്ടീൻ്റെ വീഡിയോസ് എല്ലാം റിയാക്ട് ചെയ്യുന്നത് ആൾക്കാർ കണ്ടറിയാം. ഞാൻ ഇവന്മാരെന്ത് ഈ ചിന്തിക്കുന്നത്, എന്താ വണ്ടി കണ്ടിട്ട് കുറേ
ഈ വണ്ടി പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയല്ല ഞാൻ സംസാരിക്കല്. പിന്നെ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുന്നത് നാനോ കാർ എൻ്റെ കണ്ടിട്ടുണ്ടോ? ഒരു മഞ്ഞ നാനോ കാറാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ഇരുന്നിട്ടല്ലേ വൺ ഡേ ബ്രദർ എന്നൊക്കെ പറയാം. അല്ല അത് വേറെ. ഇല്ല, അതൊരു നാനോ അല്ലായിരുന്നോ? അല്ല അത് നാനോ അല്ല, അത് വേറെ. ഞാൻ കണ്ടപ്പോ ഓക്കെ. അങ്ങനെ നാനോ കഴിഞ്ഞ് ഒരു ഫോർച്യൂണർ എടുത്തു ബ്ലാക്ക്, പിന്നെ വേറെ ഒന്നും എടുക്കാൻ തോന്നി, ഒരു വൈറ്റ് ഫോർച്യൂണർ എടുത്തു. പിന്നെ അങ്ങനെ വണ്ടി പിന്നെ BM എടുത്തു. ഇങ്ങനെ വണ്ടിനെ കുറിച്ച് അറിഞ്ഞ് വണ്ടി ഓടിക്കാൻ പഠിച്ച ആ സമയം എനിക്ക് മുന്നേ വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു. ഓടിക്കാൻ പഠിച്ചതിന് ശേഷമാണ് വണ്ടിനോടുള്ള ഒരു ക്രേസ് വന്നത്. ക്രേസ് എന്ന് പറയാം, സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി പ്രാന്തന്മാരുടെ ഇടയിൽ ഞാൻ സീറോ ആണ്. സത്യം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായി. ഇപ്പം ഈ ബാക്കിയുള്ള ഈ തമിഴ്നാടും കർണാടക ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ പ്രാന്തന്മാരുടെ മെയിൻ ലോകമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് എൻ്റെ മൈൻഡിൽ. ഓക്കെ. അപ്പം തൊപ്പി BMW എടുത്തത് ഭയങ്കര വൈറലായിരുന്നു. അപ്പം അതിന് പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഇല്ലേ? സ്റ്റോറി ഒന്നുമില്ല, എടുക്കാൻ തോന്നി എടുത്തു, അത്രേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്റ്റോറി, പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു സ്റ്റോറി ഒന്നല്ല, എനിക്ക് ഞാൻ വേറൊരാളോട് BMW ഓടിക്കാൻ ചോദിച്ചു, ഓടിക്കാൻ തന്നില്ല. അപ്പം എനിക്ക് ഒരെണ്ണം എടുക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. അത് മോശമല്ല, അങ്ങനെ വേറൊരാൾ ഇതിലേക്ക് വലിച്ചേക്കുന്നത്, അത് ഭയങ്കര മോശം. ഒരാളോട് ഞാൻ BMW ഓടിക്കാൻ ചോദിച്ചു, അതായത് ഈ ഫീൽഡിലുള്ളതാണോ? ഏത് ഫീൽഡില്? സോഷ്യൽ ഒരാള് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിലെ ഒരാള് അങ്ങനെ BMW ഓടിക്കാൻ ചോദിച്ചു, ഓടിക്കാൻ തന്നില്ല. അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ. കാരണം ഞാനിപ്പോൾ ഒരു BMW എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും അങ്ങനെ ഒരാൾ വേറൊരാൾക്ക്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷറി വണ്ടി എടുത്ത ഒരാൾ ഒരിക്കലും വേറൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കൂല. അത് ഓൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിളാണ്. പക്ഷെ അവൻ അങ്ങനെ ചെയ്തത് എനിക്ക് മോട്ടിവേഷനായി, അത് എനിക്ക് നല്ലതായി. അങ്ങനെയാണ് BM എടുക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ മുനുവിന്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മുനുവിന് BMW ഇഷ്ടമാണ്. പിന്നെ ഫോർച്യൂണർ എടുത്തതിലും മുനുവിനൊരു പങ്കുണ്ട്. മുനുവിൻ്റെ ഡ്രീം വണ്ടിയായിരുന്നു ഫോർച്യൂണർ. കുറേ കൊല്ലം മുന്നേ, ഒരു 5-10 കൊല്ലം മുന്നേ, അല്ല ഒരു 5-8 കൊല്ലം മുന്നേ ഇവനെപ്പോഴും പറയും ഈ ഫോർച്യൂണറിൻ്റെ കാര്യം. അങ്ങനെയാണ് ഞാൻ 2 ഫോർച്യൂണർ എടുക്കുന്നത്. ഒന്ന് എനിക്ക് എന്നുള്ള ലെവലാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മോഡിഫൈഡ് കാർസ് ഉള്ളത് കേരളത്തിലാണ്. അപ്പം തൊപ്പിക്കാണെങ്കിൽ മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് അത് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഏതായിരിക്കും, എന്തൊക്കെയായിരിക്കും ചെയ്യുക? മോഡിഫൈ ചെയ്യാൻ എനിക്കൊരു പോർച്ച് 911 എടുക്കണമെന്നുണ്ട്. മോഡിഫൈ ചെയ്യാനൊന്നും ആഗ്രഹമില്ല. മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്, പക്ഷെ ഒരു വണ്ടി എടുത്ത് മോഡിഫൈ ചെയ്യാൻ ഒന്നും വലിയ താല്പര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ വൈറ്റ് ഫോർച്യൂണർ ഞാൻ സ്റ്റിക്കർ അടിച്ച്, അത് മോഡിഫൈ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മോഡിഫൈ ചെയ്യുന്ന ആളല്ല. ഞാൻ ജസ്റ്റ് ഇതൊരു ഗ്യാങ് വണ്ടി, നമ്മളെ MRG ഗ്യാങ്ങിൻ്റെ വണ്ടിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു, അത്രേ ഉള്ളൂ, പേരൊട്ടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ മോഡിഫിക്കേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യലില്ല. മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണോ? മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്. തൊപ്പി പറഞ്ഞല്ലോ ഇപ്പം പുതിയ തൊപ്പിയാണ്, നിഹാദ് ആണെന്നൊക്കെ. അപ്പൊ ഈ നിഹാദ് ആര് പറഞ്ഞു? ഇത് ആരാ പുതിയ തൊപ്പിയാണ്, പുതിയ നിഹാദാണ്? അങ്ങനെ ഒന്നുമില്ല, ഇതെല്ലാം ഒരു ആക്സിഡന്റ് ആണ്. അങ്ങനെ സംഭവിച്ചു പോകുന്നതാ. ഞാൻ ഒരിക്കലും തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ നിർത്തിയതിന് നിഹാദ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ തിരിച്ചു വരുവാടാ അങ്ങനെ പറഞ്ഞല്ല ഞാൻ പോകുന്നത്. ഞാൻ എല്ലാം നിർത്തി, ഇനി ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത്. എൻ്റെ മൈൻഡിൽ ഞാൻ ഇതെല്ലാം നിർത്തി ഇങ്ങനെ ഒരു മൂലക്ക് മിണ്ടാണ്ട് സൈഡിലിരുന്ന എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വിളി വരുന്ന ഞാൻ വിചാരിക്കുന്നത്, മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇത് നിർത്താമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നിർത്തി 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 4 മാസം കഴിഞ്ഞ്, 5 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞിട്ടും എനിക്ക് വിളി വരാത്തപ്പോൾ ഞാൻ വിചാരിച്ചോ പിന്നെ ഇതെങ്കിലും ഇത് ഉള്ളത് കളയണ്ട ഞാൻ വെച്ചിട്ട് തിരിച്ച് വീണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയപ്പോൾ തൊപ്പി അല്ല നിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ കാണുന്നത്, മനസ്സിലായോ? അത് കണ്ടപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തൊപ്പിയല്ല നിഹാദാന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് വന്നതല്ല. പിന്നെ കാര്യമാണ് എൻ്റെ ക്യാരക്ടർ കുറേ ചേഞ്ച് വരുത്തി. തെറിവിളി ഇല്ല, പിന്നെ അങ്ങനത്തെ ക്രേസി പരിപാടി, പ്രാന്തം കളി, അങ്ങനത്തെ പരിപാടികൾ മൊത്തം നിർത്തി. ഇതിനൊക്കെ എത്രത്തോളം ഈ ഒരു ഗ്യാങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നിങ്ങളെ MRG ഗ്യാങ് എത്രത്തോളം തൊപ്പിയുടെ ചേഞ്ചിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ MRG ഗ്യാങ്ങിലുള്ളവരെ മാറാൻ ഞാൻ ഹെൽപ്പ് ചെയ്തെന്ന് വേണം പറയാം. കാരണം എന്നെക്കാളും പ്രാന്തനാണ് ഈ മമ്മു എന്ന് പറയുന്നത്.
ഇവരെ എന്നെ നന്നാൻ ഹെൽപ്പ് ചെയ്തതല്ല, ഞാൻ ഞാനാണ് ഇവരെ നന്നാൻ ഹെൽപ്പ് ചെയ്തത്. കാരണം മമ്മൂന്റെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അത്രക്കും. മമ്മൂ ഒരു 6 മാസം മുന്നേ ഉള്ള മമ്മുമായിട്ടുള്ള എൻ്റെ ലൈവ് സ്ട്രീംസ് എല്ലാം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം പച്ച പൂര തെറിവിളിയല്ലേ. ഇപ്പം ഞാൻ അതെല്ലാം നിർത്തിച്ചു. ഇപ്പം ഗ്യാങ്ങിൽ ആരും തെറി വിളിക്കൂല, നമ്മളെ വീട്ടിലാരും തെറി വിളി അല്ലെങ്കിൽ അങ്ങനത്തെ അബ്യൂസീവ് അല്ലെങ്കിൽ ക്രേസി പരിപാടികളില്ല. ക്രേസി പരിപാടികൾ ചെയ്യാം, പക്ഷെ ആർക്കും മോശമില്ലാത്ത ലെവലുള്ളത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തീരുമാനം എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം തൊപ്പി പറഞ്ഞല്ലോ സിനിമയാണ് ആഗ്രഹം. അപ്പം ഒരുപാട് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ബിഗ് ബോസിന്റെ ഒക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ തൊപ്പീനെ കാണുന്നുണ്ട്. അപ്പോൾ തൊപ്പി ബിഗ് ബോസിൽ പോകുന്നുണ്ടോ, എന്താണ് അതിനെ? എനിക്ക് സത്യം പറഞ്ഞാൽ അത് അറിയില്ല. ഞാൻ എന്തോരം പ്രഡിക്ഷൻ ലിസ്റ്റിൽ എത്ര വർഷം എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും എന്റെ പേര് കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ കമന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ തൊപ്പി ഉണ്ടെങ്കിൽ കപ്പ് തൊപ്പിക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും. കോള് വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷമല്ലാണെങ്കിൽ, അല്ല കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമല്ലാണെങ്കിൽ ബിഗ് ബോസ് തന്നെ വിളിച്ചാൽ ഞാൻ അപ്പം തന്നെ പോവും. പക്ഷെ ഇപ്പം എനിക്ക് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, ഞാൻ അത് ഡിസിഷൻ എടുത്തില്ല, അത് ആലോചിച്ചില്ല. ഇപ്പം ഞാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാങ്ങിനോട് ഡിസ്കസ് ചെയ്ത് എൻ്റെ ഒന്നിച്ചുള്ള ഫ്രണ്ട്സ്, അതായത് ഗ്യാങ്ങിനോട് എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ട് ഞാനൊരു തീരുമാനം എടുക്കും. കാരണം ഞാനിപ്പം മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരും ഇല്ല, അങ്ങനെയല്ല. മീൻസ് ഞാനിപ്പം ആ വീട്ടിലുള്ള 8 പേരെയും മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ മാറി നിന്നിട്ടില്ല. നിങ്ങൾ ശരിക്കും എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. കാരണം നമ്മളിവിടെ കൊച്ചിയിലൊരു വീട്ടില് പ്രോപ്പർ ഒരാൾ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നു, ഒരാൾ ഇപ്പുറത്തുനിന്ന് അടുത്ത പണി എടുക്കുന്നു, ഞാനവിടുന്ന് സ്ട്രീം ചെയ്യുന്നു. മീൻസ് അവിടെ ഒരു ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഒരാൾ തുണി അലക്കുന്നു, മനസ്സിലാവും. ഒരു ഫീമെയിൽ അവിടെ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരു ഫാമിലി പോലെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ തൊപ്പി പറഞ്ഞല്ലോ, അപ്പം സ്ട്രീമിംഗ് ഒക്കെ നിർത്തി കഴിഞ്ഞ് ഒരു മാസം വെയിറ്റ് ചെയ്തു, 2 മാസം വെയിറ്റ് ചെയ്തു, 6 മാസം വെയിറ്റ് ചെയ്തു വീട്ടിൽ നിന്ന് കോള് വരും എന്ന് വിചാരിച്ചിട്ട്. എന്തുകൊണ്ടായിരിക്കും ലൈക്ക് തൊപ്പി അങ്ങോട്ട് വിളിക്കാനോ സംസാരിക്കാനോ ശ്രമിച്ചു? ഞാൻ വിളിക്കലുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇപ്പം എൻ്റെ അനിയനാണെങ്കിലും, അനിയൻ മുന്നേ ഭയങ്കര ഇതായിരുന്നു, മൊടയായിരുന്നു. പക്ഷെ ഇപ്പം അനിയനായിട്ട് നല്ല, അനിയൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നമ്മൾ സംസാരിക്കലുണ്ട്. പിന്നെ വീട്ടുകാർ കുഴപ്പമില്ല, സംസാരിക്കും, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഉപ്പാനായിട്ട് മിണ്ടിയോ? അതെനിക്ക് ഉപ്പയായിട്ടുള്ള ഒരിക്കലും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയല്ല ഓക്കെ, പക്ഷെ ഉമ്മയായിട്ട് പോലും ഒരു പരിധിവരെ എനിക്ക് ഓക്കെ ആക്കാൻ പറ്റും. ഉപ്പയായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് എത്രയോ വർഷം, കുറേ വർഷമായി. ഇതിപ്പോൾ എനിക്ക് തന്നെ മറന്നുപോയി, ഇതെപ്പോൾ തുടങ്ങിയതാ എനിക്ക് തന്നെ മറന്നുപോയി. കാരണം സൗണ്ട് തന്നെ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഞാൻ സൗണ്ട് തന്നെ മറന്നുപോയി പുള്ളീൻ്റെ. കാര്യം അത്രയും കാലമായി സംസാരിച്ചിട്ട്, മനസ്സിലാവും. പണ്ട് ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. എനിക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ പറ്റിയൊരു മിസ്റ്റേക്ക്, ഒരു മണ്ടത്തരം, അതിൻ്റെ പേരിൽ തുടങ്ങിയതാണ്. അതിന് ശേഷം ഇതുവരെ അത് ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷെ അത് ശരിയാവും, ഇൻഷാ അല്ലാ സെറ്റാവും. ശ്രമിക്കാറുണ്ടോ വിളിക്കാനും? ഞാൻ ശ്രമിക്കാത്തത്, ഞാൻ മാക്സിമം എൻ്റെ എല്ലാം എനിക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് എല്ലാം മാക്സിമം ചെയ്യുന്നുണ്ട്, മനസ്സിലാവും. ഓക്കെ. അപ്പം നമ്മൾ തൊപ്പിയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി ലൈക്ക് ഉമ്മാൻ ഒരുപാട് സ്നേഹിക്കുന്ന മോനാണെന്നൊക്കെ. അപ്പം ഉമ്മാൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്? ഇമോഷണൽ ക്വസ്റ്റ്യൻസ്. ഉമ്മാനെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉമ്മാനെ കാണലുണ്ട്. ഞാൻ ഉമ്മാനെ ഇപ്പം ഒരു 4 ദിവസം മുന്നേ വരെ കണ്ടതാണ് ഞാൻ. പക്ഷേ ആരും ഇല്ലാത്ത സമയത്ത് മാത്രം ഞാൻ വീട്ടിൽ ആരും അറിയാണ്ട് പോയി ഉമ്മാനെ കാണും, തിരിച്ചു വരും. അങ്ങനെ പൊതുവെ ഞാൻ അങ്ങനെ ഒരു മാസത്തിലൊരിക്കുക അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കുക, ചിലപ്പോൾ 3 മാസത്തിലൊരിക്കലായിരിക്കും. ഇപ്പം ലാസ്റ്റ് കണ്ടത് ഒരു 4 ദിവസം മുന്നേ, എത്രയായി, 4-5 ദിവസം മുന്നെയാണ് അവസാനം കണ്ടത്. അതൊരു കല്യാണത്തിൻ്റെ ഇടയിലാണ് കണ്ടത്. കാരണം എൻ്റെ കുടുംബത്തിലൊരു കല്യാണം, എൻ്റെ കസിൻ്റെ കല്യാണം. പക്ഷെ എന്നെ വിളിച്ചില്ല. മീൻസ് ഞാനുമായിട്ട് ഇതില്ല, എല്ലാവർക്കും ഫാമിലിക്കാർക്കും അങ്ങനെ അവരെ ഇത് പറയുന്നതല്ല കേട്ടോ. അങ്ങനെ ഞാൻ അവരുമായിട്ട് ആരുമായിട്ട് ഇതില്ല, കോണ്ടാക്ട് ഇല്ല. എനിക്ക് എൻ്റെ ഉമ്മാനെ കാണണം, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ എനിക്ക്.
അപ്പം ഞാനിപ്പം തൊപ്പിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നേരമായി, ലൈക്ക് നമ്മൾ മുന്നത്തെ ഇൻ്റർവ്യൂ ആണെങ്കിലും. അപ്പം തൊപ്പി പറഞ്ഞല്ലോ തൊപ്പിയാണെങ്കിൽ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഒരു 9ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയൊന്നുമല്ല തൊപ്പിക്കുള്ളത്. കാരണം തൊപ്പി ഇപ്പം 2 സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു 5-10 ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാവും. പിന്നെ തൊപ്പിയുടെ ഇപ്പോൾ ഒരു എന്താ പറയുക ലോകവിവരമാണെങ്കിലും സ്കൂളുമായിട്ട് അതിന് ബന്ധമില്ല സത്യം പറഞ്ഞാൽ. അത് മീൻസ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. പക്ഷേ എനിക്ക് SSLC ആവശ്യമായിരുന്നു, പാസ്പോർട്ട് കാര്യങ്ങൾക്കെല്ലാം എന്തായാലും SSLC ആവശ്യമാണ്. എന്തെങ്കിലും മുന്നോട്ട് പോകാൻ SSLC ആവശ്യമാണ്. അപ്പം 9ാം ക്ലാസ്സിൽ നിന്ന് നിർത്തി ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ മാത്രം പോയിരുന്നു. അങ്ങനെ എനിക്ക് SSLC ഉണ്ട് കേട്ടോ, SSLC ബുക്ക് ഇതുണ്ട്. അങ്ങനെ ഡയറക്റ്റ് 9 കഴിഞ്ഞ് 10 പഠിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ഞാൻ വേറെ പോയി എഴുതിയെടുത്തു. 10ാം ക്ലാസ് ഇല്ലാത്ത ആളെന്നല്ല. അപ്പോൾ എന്തായിരുന്നു ഓക്കെ, ഞാൻ ഈ സ്കൂളിൽ നിന്നൊന്നും കിട്ടുന്ന നോളേജ് എനിക്കറിയില്ല. സ്കൂളിൽ നിന്നൊന്നും നമ്മളൊന്നും പഠിച്ചിട്ടില്ല. കാര്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത് മൊത്തം ഓൺലൈനിൽ കൂടിയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ സമയത്ത് ഈ ഗെയിംസിലൂടെ ആയാലും അല്ലെങ്കിൽ ഓൺലൈൻ വേൾഡിലൂടെ ആയാലും ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഇപ്പം ഗൂഗിൾ ചെയ്യുന്നു, മറ്റേ ക്വോറ, മറ്റേ ഇങ്ങനെ കുറേ കമ്മ്യൂണിറ്റികളുണ്ടല്ലോ. അത് വേറൊരു ഇതുണ്ടല്ലോ, റെഡിറ്റ് മറ്റേ ഇങ്ങനെ കുറേ കമ്മ്യൂണിറ്റികളുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കുറേ ഇൻഫോ കിട്ടും. ഇത് കുറേ കൊല്ലം ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഞാനിങ്ങനെ ഈ ഓൺലൈൻ വേൾഡിലാണല്ലോ. പിന്നെ പറഞ്ഞാൽ ഗെയിമിൽ നമുക്ക് പല ഭാഷക്കാരെ ഫ്രണ്ട്സിനെ കിട്ടും, ഹിന്ദിക്കാരെ കിട്ടും, ഇംഗ്ലീഷുകാരെ കിട്ടും, പല ഭാഷയിലുള്ള ഫ്രണ്ട്സിനെ കിട്ടും. ഈ റിയൽ ലൈഫിലെ പോലെ അല്ല, ഗെയിമിൽ എല്ലാം മിക്സ് ആയിരിക്കും. പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നു 99% ഇങ്ങനെ നമുക്ക് ഇൻഫോ കിട്ടുന്നത് ഇതിൽ നിന്ന് തന്നെയാണ്. എനിക്ക് കൂടുതലും ഗെയിമിലും ഓൺലൈനിലും ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റികൾ, ഡിസ്കോഡ് അറിയാം, ഡിസ്കോഡിൽ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവും. അപ്പം പല ടൈപ്പ് ആൾക്കാർ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഈ അത്രയും പഠിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്രയും ഇതായിട്ടുള്ള PhD ഇതിലുള്ള ആൾക്കാർ, ഒറ്റപ്പെട്ട ആൾക്കാരുണ്ടാവും. അവരെല്ലാം ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഓൺലൈൻ വേൾഡിൽ പെട്ട് കിടക്കുന്നുണ്ടാവും. ഒന്നിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഇങ്ങനെ ഡിസ്കോഡിലും ഗെയിമിലും എല്ലാം ആയിട്ട് പെട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മളെപ്പോലത്തെ ഒന്നും അറിയാത്ത ആൾക്കാർ ഇവരായിട്ട് കണക്റ്റ് ആവും അല്ലേ. ഇങ്ങനെ ഓൺലൈനിൽ കൂടി ഇവരായിട്ട് കണക്റ്റ് ആവും, ഇവരായിട്ട് ഇതാവും. അങ്ങനെയാണ് കൂടുതൽ ഇൻഫോ എല്ലാത്തിനെ കുറിച്ചും ഇൻഫോ കിട്ടുന്നത് അങ്ങനെയാണ്. ഈ സ്കൂളിൽ നിന്നൊന്നും കിട്ടുന്ന അല്ലെങ്കിൽ കോളേജിൽ നിന്നും കിട്ടുന്ന എനിക്കറിയില്ല കേട്ടോ. ഞാൻ കോളേജിൽ പോയിട്ടില്ല, എനിക്കറിയില്ല കോളേജിലെല്ലാം കിട്ടുന്ന ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ കൂടുതലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പം എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാത്തതിൽ അല്ലെങ്കിൽ കോളേജിൽ പോവാത്തതൊക്കെ ഓർത്തിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഒരിക്കലും തോന്നാത്ത ഒരേ ഒരു കാര്യം അതാ, പഠിക്കാത്തതിൽ എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് അടിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും റിഗ്രറ്റ് അടിച്ചിട്ടില്ല. കാരണം ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് ഞാൻ ജീവിച്ച ഒരാളാണ് ഞാനെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് ഞാനിപ്പോൾ റിഗ്രറ്റ് അടിക്കണം. പക്ഷെ ഞാൻ അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നമ്മളെന്തിനാ പഠിക്കുന്നത്? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ വഴി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു പഠിക്കണം? അല്ലെങ്കിൽ പഠിക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്താൽ പോരെ. ഇപ്പോൾ സ്കൂളിലും കോളേജിലും പോയിട്ട് പഠിച്ചിട്ട് ഇവരൊരു 1000 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, അതിലൊരു 6 കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളെങ്കിൽ ആ 6 കാര്യം മാത്രം നമ്മൾ ഓൺലൈനിൽ നോക്കി പഠിച്ചാൽ പോരെ. അതല്ല എൻ്റെ ഒരു ഇത്. പിന്നെ കുറേ സ്പേസ് എന്തിനാ അതിന് വേണ്ടി കളയണം? ആ സ്പേസ് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ, ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാമല്ലോ. തൊപ്പി മറ്റേ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് എന്തിനാ ഈ സാധനമൊക്കെ പഠിച്ചത്. ഞാൻ ഒരു കാര്യം പറട്ടെ, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇതൊന്നും എന്താന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് വന്നത്. മീൻസ് എൻ്റെ മേഖല അതല്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. സൈൻ തീറ്റയും കോസ് തീറ്റയും എനിക്ക് വന്നു +1 തൊട്ടാന്ന് തോന്നുന്നല്ലേ പഠിപ്പിക്കുന്നത്? അല്ലേ 10ലുണ്ടോ അതൊക്കെ? ഞാൻ CBSE ആയിരുന്നു. അപ്പൊ എനിക്ക് 8ാം ക്ലാസ്സിൽ 9 ഉണ്ടായിരുന്നു. ആ പക്ഷെ ഇപ്പോഴും ഇത്രയും എൻ്റെ ഒരു 24 വർഷത്തെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തിനാ ഞാൻ ആ സാധനം പഠിച്ചത്. അതൊക്കെ നമുക്ക് ആ സമയത്തൊക്കെ ടീച്ചർമാരൊക്കെ കുത്തിപ്പിടിച്ചിരുന്ന് പഠിപ്പിക്കുന്ന സാധനമായിരുന്നു. അല്ല, വേറൊരു കാര്യമുണ്ട്. ചിലപ്പം മെഹർ ഈ ഇന്റർവ്യൂ ഫീൽഡിലല്ല എത്തിയത്, വേറെ എന്തെങ്കിലും പഠിച്ച് ഒരു എഞ്ചിനീയർ ആവാനോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനാണ് മെഹർ മുന്നോട്ട് അങ്ങനെ പോയിരുന്നെങ്കിൽ ഇതിനെ കൊണ്ടെല്ലാം ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പഠിക്കുമ്പോ ആവശ്യം വരുമായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഇത് ആവശ്യം അല്ല, അത് ആവശ്യമുള്ള ജോലികൾ ഉണ്ടാവുമല്ലോ, വെറുതെ പഠിപ്പിക്കൂലല്ലോ, ഉണ്ടാവും. നമ്മളെ മേഖല അതല്ലാത്തോണ്ട് നമ്മള് ചിന്തിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ലൈഫിൽ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ.
ഓക്കെ, എപ്പോഴെങ്കിലും ഈ യൂട്യൂബും സ്ട്രീമിംഗും ഒക്കെ എപ്പോഴെങ്കിലും ഒന്ന് ലൈക്ക് ഇല്ലാണ്ടായി പോയാൽ എന്ത് ചെയ്യുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് വേറെ എന്ത് ചെയ്യും? ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും ലൈക്ക് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ പെട്ടെന്ന് ഇപ്പം ടിക്ടോക്ക് ഒക്കെ പെട്ടെന്ന് ബാനായി പോയതാണല്ലോ. അതുപോലെ എപ്പോഴെങ്കിലും ഇതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാന്ന്. എന്തായാലും ഞാൻ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ജോലിക്ക് ഞാൻ എന്തായാലും പോയില്ല. ബിസിനസ് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനേ ഞാൻ നോക്കും. കാരണം ലോകത്തുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ അത്രയും ജോലികൾ ചെയ്ത് ഏറ്റവും താഴെയുള്ള ലെവലിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഏറ്റവും മുകളിലുള്ള ലെവലിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക ഇത് തന്നെയാണ്. കാരണം ജോലി ചെയ്തിട്ട് നമ്മളെ സമാധാനത്തിൻ്റെ പോട്ടെ, അല്ല ഫൈനാൻഷ്യലി പോട്ടെ, നമുക്ക് എന്ത് സമാധാനം അതിൽ നിന്ന് കിട്ടാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അത്രയും എന്താ പറയുക, അതൊന്നും ഞാൻ ഒരിക്കലും ആ ഒരു ഇതിലേക്ക് ഞാൻ തിരിച്ചു പോലെ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലും ഇപ്പം ഇതുവരെ കിട്ടിയ അറിവുകൾ വെച്ചിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആയിട്ടല്ലേ ഞാൻ മുന്നോട്ട് പോകും. എന്നാലും ജോലി ചെയ്തിട്ട് ആരും പൈസക്കാരനായിട്ടില്ല, ആവൂല. അത് ഞാൻ ഉറപ്പ് തരാം. ജോലി ചെയ്താൽ ആരും പൈസക്കാരനാവില്ല, അത് ഉറപ്പാ. ഓക്കെ, അപ്പം തുപ്പിക്ക് ഇപ്പം എത്ര വയസ്സായി? എനിക്ക് 26. ഈ 26 വയസ്സിൽ ഒരുപാട് ലൈക്ക് ലൈഫിൽ ഒരുപാട് ഉയർച്ചകളും വീഴ്ചകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഏറ്റവും കൂടുതൽ തുപ്പി ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ ഒരു ഫേസിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് കാലം ലൈക്ക് ഈ ഒരു ടൈം ആണെങ്കിൽ ഒരിക്കലും ലൈഫിൽ തീരല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ദിവസം തീരാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ച ദിവസം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ദിവസം ഏതായിരിക്കും? അങ്ങനത്തെ ദിവസം ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ദിവസം നമ്മൾ ഒരിക്കലും മറക്കില്ല. അതാ ഫസ്റ്റ് ലവിൻ്റെ സമയത്ത്, ആ ടൈം തന്നെയായിരുന്നു ലൈഫ് അങ്ങനെ തീരരുതെന്ന് ചിന്തിച്ച ടൈം. ആദ്യമായിട്ട് ഇതെന്താന്ന് അറിഞ്ഞ സമയം. ഈ പ്രണയം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, അത്രയും കാലം ഉള്ളിലിരുന്ന് തീർന്നു, അങ്ങനെ തന്നെ തീരുമെന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ആ ഒരു ഇതൊന്ന് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയെല്ലാം ലോകത്ത് സംഭവങ്ങളുണ്ട്, അയ്യോ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് വന്നപ്പം ഒരിക്കലും ഈ ദിവസം തീരല്ലേ, അല്ലെങ്കിൽ ഈ ലൈഫ് ഒരിക്കലും തീരല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ലൈഫ് മുന്നോട്ടേക്ക് പോയപ്പോൾ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ലൈക്ക് ഒറ്റപ്പെട്ട ഒരു ലൈഫിൽ പെട്ടെന്ന് ഒരാൾ വന്നു, ലൈക്ക് കുറേ നല്ല നല്ല മെമ്മറീസ് ഒക്കെ തന്നു, പെട്ടെന്ന് ആള് ലൈഫിൽ നിന്ന് പോയി. അപ്പോൾ ആ ഒരു ലൈക്ക് തുപ്പിയുടെ ആ ഒരു ലൈഫ് പിന്നെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്കപ്പ് എന്നെല്ലാം കംപ്ലീറ്റ്ലി റിക്കവർ, അങ്ങനത്തെ സാധനം എനിക്കില്ല, മനസ്സിലായി. എനിക്കിപ്പം അങ്ങനത്തെ വിഷമങ്ങളോ ഇതോ അങ്ങനത്തെ ഡിപ്രഷൻ അങ്ങനത്തെ സാധനങ്ങളില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ വലിയ വലിയ കാര്യങ്ങൾ ഡിപ്രഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതാണ്, മനസ്സിലാവും. അപ്പം ഏരിയ അങ്ങോട്ട് എന്ത് വലിയ ഇത് വന്നാലും എനിക്ക് പ്രശ്നമല്ല, മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങാറുകളും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം എനിക്കങ്ങനെ അതിന് മാത്രം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇനി ഒരിക്കലും അത്ര വലിയ ഹാർട്ട് ബ്രേക്സ് എനിക്ക് വന്നാലും എനിക്കൊരിക്കലും അതെന്നെ ബാധിക്കൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പം തൊപ്പിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമറാണ് സായി പോപ്പി. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടൊക്കെ എങ്ങനെയാണ്? സായി പോപ്പി മാത്രമല്ല, സായി പോപ്പിൻ്റെ കാര്യം പറയുമ്പം ഈഗിൾ ഗെയിമിങ്ങിൻ്റെ കാര്യം കൂടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് പ്രോപ്പർ ഗെയിമേഴ്സ് എന്ന് പറയേണ്ടത്. ഞാൻ ഗെയിമർ കം സ്ട്രീമർ കം എൻ്റർടൈനർ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി എന്നെ പിടിക്കാൻ പറ്റും. പ്രോപ്പർ ഗെയിമർ എന്ന് പറഞ്ഞാൽ സായി പോപ്പി, ഈഗിൾ ഗെയിമിങ്, ഇവരെന്നെല്ലാം പറഞ്ഞാൽ ഗെയിമിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിം മാത്രം കളിച്ചിട്ട് ഇത്രയും റീച്ച് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ പല കോമാളിത്തരങ്ങളും, പല ഡാൻസ് കളി, പാട്ടുപാടൽ, മറ്റേ പുറത്ത് പോക്ക്, അയ്യാറിൽ അത് ഇത് അതിൻ്റെ ഇടയ്ക്ക് ഗെയിം കളിക്കും, അങ്ങനെയാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഗെയിം മാത്രം കളിച്ചിട്ട് സ്കില്ല് വെച്ച് ആൾക്കാരെ കൂട്ടിയ രണ്ട് ആൾക്കാരാണ് ഗെയിമേഴ്സ്. പിന്നെ വേറെ കുറേ ഗെയിമേഴ്സ് ഉണ്ട്, വളരെ കുറവാണല്ലേ ഗെയിമേഴ്സ്, വളരെ കുറവാണല്ലേ. ഞാനെപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം ഇതാണ്, മീൻസ് ഇപ്പോൾ ഒരു സിംഗറിനെക്കാളും അല്ലെങ്കിൽ ഒരു ആക്ടറിനെക്കാളും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ. ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, എത്രയാണ് അൺലിമിറ്റഡാ. ഇത് എത്രത്തോളം നമുക്ക് ആൾക്കാരെ കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം ടൈം, എത്രത്തോളം ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റവന്യൂ ഉണ്ടാക്കാം. വാച്ച് അവേഴ്സ് ഒന്നും മാറ്റർ അല്ല, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വാച്ച് ഹവേഴ്സ് മാറ്ററാണ്,
അതെല്ലാം ഓരോ കോൺട്രാക്ട് പോലെയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ ഇത്രയും സ്കോപ്പുള്ള ഒരു പരിപാടിക്ക് എനിക്ക് തന്നെ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് തന്നെ തോന്നുന്നു ഇത് എന്തുകൊണ്ട് ഇതിൽ കോമ്പറ്റീഷൻ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഈ 2-3 ആൾക്കാരെ ഈ സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഗെയിമേഴ്സ് സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ 2-3 ആൾക്കാരേ ഉള്ളൂ. ഇപ്പം സിംഗിങ് എന്ന് പറഞ്ഞ മേഖലയാണെങ്കിൽ ഒരു 1000 ആൾക്കാർ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, കുറേ ആൾക്കാരുണ്ട്. കാരണം അതിൽ സ്കോപ്പ് ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ കോമ്പറ്റീഷൻ ഉണ്ട്, പലർക്കും റീച്ച് ഉണ്ട്, പലർക്കും റീച്ച് ഇല്ല, അങ്ങനെയല്ലേ. ഇപ്പോൾ ആക്ടേഴ്സ് ആയാലും വേറെ ഏത് മേഖലയിലായാലും കുറേ ആൾക്കാരുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഗെയിമേഴ്സ് അല്ലെങ്കിൽ സ്ട്രീമേഴ്സ് എന്ന് പറയുമ്പം ഈ ഇൻഫ്ലുവൻസേഴ്സിനെക്കാളും അല്ലെങ്കിൽ സിംഗേഴ്സിനെക്കാളും ആക്ടേഴ്സിനെക്കാളും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡായത്. എന്നിട്ടും എന്തുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. സാധാരണ ഒരു കാര്യത്തിൽ ഒരു മേഖലയിൽ സ്കോപ്പ് കൂടുമ്പോൾ അതിൽ ആൾക്കാരും കൂടുമല്ലോ, അത് ചെയ്യുന്ന ആൾക്കാർ കൂടുമല്ലോ. അപ്പോൾ സ്ട്രീമേഴ്സ് ലിറ്ററലി 3-4-5 ആൾക്കാരോ. ഈ ഇപ്പം നീ തന്നെ ഇപ്പം എന്നോട് ചോദിച്ചത് സായി പോപ്പിൻ്റെ കാര്യം മാത്രമാണ്. സായി പോപ്പി പിന്നെ ഈഗിൾ ഗെയിമിങ്, ഇങ്ങനെ 2-3 ആൾക്കാരേ ഉള്ളൂ. അപ്പം സായിപ്പിൻ്റെ എല്ലാം കാര്യം എന്ന് വെച്ചാൽ ഓക്കെ. വേറൊരു കാര്യമുണ്ട്, ഇപ്പം ഓൾമോസ്റ്റ് നിനക്ക് അറിയുന്ന ഗെയിമേഴ്സ് ആരൊക്കെയാണ്? തൊപ്പി, സായി പോപ്പി, ഈഗിൾ ഗെയിമിങ്, ഹിപ്സ്റ്ററിനെ പണ്ടറിയാം. ഹിപ്സ്റ്റർ പക്ഷെ ഇപ്പം ഇതായില്ലേ. അപ്പം ഞാൻ പറയട്ടെ, ഈ ഈഗിൾ, സായിപ്പ്, തൊപ്പി, നമ്മൾ 3 ആൾക്കും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. ഇപ്പം കേരളത്തിൽ ഇപ്പം നിനക്ക് അറിയുന്ന 3 ഗെയിമേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ 3 ആൾക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താ അറിയാം? നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്ഥലത്ത് നിന്നാണ്. MRG. ഇതിൽ നിന്നാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് എന്താ പറയാ, പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? സ്ക്വാഡ് അറിയില്ലേ? അല്ലല്ല, ഗെയിമിൽ സ്ക്വാഡ് ഉണ്ടാവും, 4 ആൾക്കാർന്ന് ഒരുമിച്ച് കളിക്കാൻ പറ്റും. 4 പേര്. അപ്പോൾ പണ്ട് എന്ന് വെച്ചാൽ അതായത് MRG തൊപ്പി, MRG ഈഗിള്, MRG സായിപ്പ്, പിന്നെ MRGയിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും ഒരു സ്ക്വാഡായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴൊന്നും നമ്മൾ ആരും വിചാരിക്കുന്നില്ല നമ്മൾ ഭാവിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പോകുന്നത് ഈ ഇങ്ങനൊരു മൊബൈലിലൊരു ഗെയിം കളിച്ചിരിക്കുന്ന 3 പിള്ളേരാണ് നമ്മളൊരിക്കലും ഈ ഒരു ഇതിലേക്ക് വരുമെന്ന് നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല. പിന്നെ വെച്ചാൽ ഇപ്പം MRGയിൽ ബാക്കി നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. സായിപ്പ് ഇടയ്ക്ക് വെച്ച് MRGയിൽ നിന്ന് ഇറങ്ങി വേറെ ഇതിലേക്ക് പോയി, എനിക്ക് മറന്നുപോയി. ഈഗിൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി, ഈഗിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടീമുണ്ട്, അതിലേക്ക് പോയി. അപ്പം MRGയിൽ ബാക്കി നിന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഇപ്പം MRGയിൽ ബാക്കിയുള്ളൂ. പിന്നെ